മിന്നുന്ന ഫോമിലുള്ള പ്രജ്ഞാനന്ദയും വുമൻസ് വേൾഡ് ചാമ്പ്യനായ ജൂവഞ്ചനും ഏറ്റുമുട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു നോക്കാം. ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്ന പ്രജ്ഞാനന്ദയാണ്, ബ്ലാക്ക് കളിക്കുന്ന ജൂവഞ്ചൻ. പ്രജ്ഞാനന്ദ E4 വെച്ച് തുടങ്ങുന്നു, ബ്ലാക്ക് E5 കളിക്കുന്നു, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, നൈറ്റ് F6. അപ്പോൾ 2 നൈറ്റ് ഡിഫൻസ് ആണ്. നൈറ്റ് G5, ഇത് ഫ്രൈഡ് ലിവർ അറ്റാക്കിനാണ് പ്രജ്ഞാനന്ദ പോകുന്നത്. D5 കളിച്ചാൽ ബിഷപ്പിന്റെ ഡയഗണൽ അങ്ങ് അടച്ചു കളയണം. പോൺ വെച്ചെടുത്തു, നൈറ്റ് A5 പോകുന്നു. അപ്പോൾ ഈ നൈറ്റ് വെച്ച് ഈ പോണിനെ എടുത്താൽ എന്താണ് കുഴപ്പം? ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ലൈൻസ് ഉണ്ട്. നൈറ്റ് ടേക്സ് F7, ക്യൂവിനെയും റൂക്കിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യണം. കിങ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ക്യൂവിന് F3 വരും. അപ്പോൾ ഇവിടെ ചെക്കും ആണ്, ഈ ഒരു പീസിലേക്ക് ഡബിൾ അറ്റാക്ക് ആണ്. അപ്പോൾ ഇനി ഈ നൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നൈറ്റ് C3. അപ്പോൾ ഇവിടെ ആകെപ്പാടെ കിങ് സെൻട്രലുമാണ്. വൈറ്റിൻ്റെ അറ്റാക്ക് തടുക്കാൻ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബ്ലാക്കിന്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ലൈനിലേക്ക് പോകാതെ നൈറ്റ് A5 പോകുന്നത്. ബിഷപ്പിനെ B5 കളിച്ച് ചെക്ക് കൊടുക്കുന്നു പ്രജ്ഞാനന്ദ. ജൂവഞ്ചൻ C6 കളിക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ ബിഷപ്പിനെ E2 കൊണ്ടുപോകുന്നതിന് പകരം D3 കൊണ്ടുപോകുന്നു. ഇത് അത്ര കോമൺ അല്ല, പക്ഷേ ഇവിടെ D3 വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബിഷപ്പിന് മൂവ് ചെയ്യാനുള്ള ഒരുപാട് നല്ല സ്ക്വയറുകളൊന്നുമില്ല. പ്രജ്ഞാനന്ദ ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് ബിഷപ്പിനെ ഇങ്ങനെ പുറത്തിറക്കാമെന്നാണ്. ഇപ്പോൾ ബ്ലാക്കിന് E4 ഐഡിയാസ് ഒന്നും പറ്റില്ല, നൈറ്റും ഈ ഒരു ബിഷപ്പും കൺട്രോൾ ചെയ്യുന്നുണ്ട്. നൈറ്റ് D5 കളിച്ച് ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യണം. പ്രജ്ഞാനന്ദ തിരിച്ചു പോവുമോ ഈ നൈറ്റ് വെച്ച്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്രജ്ഞാനന്ദയ്ക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല. H4, ഈ ഒരു നൈറ്റിന് പ്രൊട്ടക്ഷൻ നൽകണം. ക്യൂവിന് C7 കളിക്കുന്നു. B3, ഇത് അത്ര നല്ല മൂവ് അല്ല. ഈ B3 കളിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഇവിടെ സാധാ പോലെ ക്യാസിൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ B3 ആണ് കളിക്കണത്. അപ്പോൾ ഐഡിയ വ്യക്തമാണ്, ഈ പോണിനെ ഇപ്പോൾ പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബിഷപ്പിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക. പക്ഷെ തൽക്കാലം ആ പോൺ ഇപ്പോൾ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും B3. H6 കളിച്ച് ഈ ഒരു നൈറ്റിനെ ഓടിക്കുന്നു. നൈറ്റ് ഇവിടെ നല്ലൊരു സെൻട്രൽ സ്ക്വയറിലോട്ട് വരുന്നു, E4. F5 കളിക്കുന്നു. F5ൻ്റെ ഐഡിയ ഇപ്പോൾ ഈ ബിഷപ്പ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഈ നൈറ്റിനെ ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഒരു പക്ഷേ E4 ബ്രേക്ക്, ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. നൈറ്റ് C3. നൈറ്റ് ഇവിടെ F6 തിരികെ പോകുന്നു ജൂവഞ്ചൻ. ഒരു പക്ഷേ ഈ ഒരു മൂവിന് ശേഷം കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഈ ഒരു നൈറ്റ് F6 പകരം കളിക്കേണ്ടിയിരുന്നത് നൈറ്റ് F4 ആണ്. ഐഡിയ G2 പോണിലേക്ക് അറ്റാക്ക് ചെയ്യണു, ആ ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്യണു. അപ്പോൾ ഇതിനെ ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിങ്ങിനെ ഇങ്ങോട്ട് വരുമോ ബിഷപ്പിനെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പാസീവ് ആവും. ഇത് വളരെ സൂപ്പർ ആയിട്ടുള്ള നൈറ്റാണ്. പക്ഷേ നൈറ്റിന് F6 ഇവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ജൂവഞ്ചൻ പോകുന്നത്. ബിഷപ്പ് B2, ബിഷപ്പ് D6. ഇപ്പോൾ നല്ല പവർഫുൾ അറ്റാക്ക് ഉണ്ട്. ഇവിടെ ബ്ലാക്കിന് ഇപ്പോൾ കുറച്ചുകൂടെ നല്ല പൊസിഷനാണ്. പ്രജ്ഞാനന്ദ എങ്ങനെയാണ് ഈ പൊസിഷൻ ഗ്രൈൻഡ് ചെയ്യുന്നത് നോക്കാം. നൈറ്റ് A3. അപ്പോൾ 2 നൈറ്റുകൾ ഇവിടെ ഇരിക്കുന്നു. ബിഷപ്പുകൾ, ഈ ബിഷപ്പ് കുറച്ച് പാസീവാണ്, പ്രത്യേകിച്ച് E4 വന്നു കഴിയുമ്പോൾ. E4 എന്തായാലും വന്നു വരുന്നു. പ്രജ്ഞാനന്ദ എന്ത് ചെയ്യണം? ഇപ്പോൾ ബിഷപ്പിന് പോകാൻ നല്ല സ്ക്വയറുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോകേണ്ടി വരും. പ്രജ്ഞാനന്ദയ്ക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ക്യൂവിനെ ഈ ഒരു ഡയഗണലിൽ തന്നെ നിർത്തുന്നു. അപ്പോൾ ഇപ്പോൾ ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല. എന്തായാലും ബ്ലാക്ക് ക്യാൻസൽ ചെയ്യുന്നു. ബിഷപ്പ് A6 കളിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബിഷപ്പായിട്ട് ട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ബ്ലാക്ക് ആ ബിഷപ്പിനെ കൊടുക്കാൻ റെഡിയല്ല. ബിഷപ്പ് E6 കളിക്കുന്നു. ഈ ഒരു വീക്കായിട്ടുള്ള ഡയഗണൽ ഇവിടെ കൺട്രോൾ ചെയ്യുന്നു. നൈറ്റ് C4, ബിഷപ്പിലേക്കാണ് അറ്റാക്ക്. നല്ല പവർഫുൾ ആയിട്ടുള്ള ബിഷപ്പാണ് ബ്ലാക്കിൻ്റെ, അതുകൊണ്ട് കൊടുക്കുന്നില്ല. ബിഷപ്പ് B4. ലോങ് സൈഡ് ക്യാൻസൽ ചെയ്യുന്നു ഇവിടെ വൈറ്റ്. നൈറ്റിനെ നല്ല സ്ക്വയറിലോട്ട് റീറൂട്ട് ചെയ്യാൻ പോവാണ് ബ്ലാക്ക്. നൈറ്റിനെ B7 കളിച്ച് C5 കളിച്ച് ഈ ബിഷപ്പിനെ അങ്ങ് പൂട്ടിയിടുക. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ പ്രജ്ഞാനന്ദ നോക്കുമ്പോൾ ഈ ഒരു നൈറ്റ് C5 വന്നാൽ പണി വരും. അതുകൊണ്ട് ആ നൈറ്റിനെ അങ്ങ് വെട്ടിയെടുത്തു. ക്യൂൻ വെച്ച് തിരിച്ചെടുക്കുമ്പോൾ F3. അപ്പോൾ സെൻറ്ററിലേക്ക് വീണ്ടും തുറക്കാനാണ് പ്രജ്ഞാനന്ദയുടെ ശ്രമം. റൂക്കിനെ ഇവിടെ എന്ന് E8 കളിക്കുന്നു. ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ല മൂവ് ഇവിടെ നൈറ്റിനെ H5 കളിച്ചിട്ട് ഈ ഒരു ത്രെട്ടായിട്ട് ക്യൂവിനെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു. പക്ഷേ റൂക്കിനെ E8 കളിക്കുന്നു. അപ്പോൾ ഐഡിയ ഒരു പക്ഷേ ബിഷപ്പ് വെച്ച് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പോൺ വെച്ച് എടുത്തു കഴിയുമ്പോൾ ഈ ഒരു ക്യൂവിനും റൂക്കിലേക്കുള്ള ഫയൽ തുറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു മൂവ് കളിച്ചത്. നൈറ്റിനെ ഇവിടെ E5 കളിക്കുന്നു. അപ്പോൾ നൈറ്റ് E5 കളിക്കുമ്പോഴുള്ള കുഴപ്പം എന്തെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പോകുന്ന പോലെ C5 എന്ന് പറഞ്ഞ മൂവ് വരും. അപ്പോൾ C5 വരുന്നതോടെ ഇവിടെ ഈ ഒരു സ്ക്വയറുകൾ മാക്സിമം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം
ഇവിടെ ബ്ലാക്കിന് എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നൈറ്റ് H5 കളിച്ചിട്ട് ഇവിടെ നൈറ്റ് G3 വരാം. അപ്പോൾ ഇത് അനുവദിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇവിടെ ആ ലൈനിലോട്ട് ഇവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ പോകുന്നില്ല. അതിന് പകരം C5 ആണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോണിലേക്ക് അഡീഷണൽ പ്രൊട്ടക്ഷനും ഇതെല്ലാം വന്നു. പക്ഷേ പ്രജ്ഞാനന്ദ കറക്റ്റായിട്ട് കളിക്കുകയാണ്. റൂക്കിന് ഇവിടെ H7 കളിക്കുന്നു, പോൺ വെച്ചെടുക്കുന്നു. അപ്പോൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ പോണിനെ ഇങ്ങ് എടുക്കും, അതുകൊണ്ട് പോൺ വെച്ചെടുക്കുന്നു. ഇനി അവസാനമാണ് നൈറ്റ് H5. ഈ നൈറ്റ് H5 നേരത്തെ കളിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല പൊസിഷൻ ബ്ലാക്കിന് കിട്ടിയാണ്. പ്രജ്ഞാനന്ദ കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്യുന്നു. റൂക്ക് H7 കളിക്കുന്നു. C4 ഒരു പവർഫുൾ ആയിട്ടുള്ള ഐഡിയ ഇപ്പോൾ നൈറ്റ് ഇവിടേക്ക് വന്ന് എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് എടുക്കാം. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ ഇവിടുത്തെ പ്രശ്നം പ്രജ്ഞാനന്ദ കാണിക്കുന്ന പോലെ വെറുതെ നൈറ്റ് വെച്ച് വെട്ടിയെടുത്താൽ മതി. കാരണം ഇപ്പോൾ ഈ റൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം വിത്ത് ചെക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് വലിയ ഐഡിയാസ് ഒന്നും ഇവിടെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് വെറുതെ ആ പോണങ്ങ് വെട്ടിയെടുത്തു പ്രജ്ഞാനന്ദ. ഇവിടെ ക്യൂൻ E7 കളിക്കുന്നു. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ നൈറ്റിനെ പറ്റിയിട്ട് കാര്യമില്ല, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. A3 കളിച്ച് ഈ ഒരു ബിഷപ്പിനെ ഓടിക്കാൻ നോക്കണം. വെട്ടാൻ പറ്റില്ല, കാരണം നൈറ്റ് ഇവിടെ ഉണ്ട്, ബിഷപ്പ് ഇവിടെ ഉണ്ട്. ബിഷപ്പ് ടേക്സ് നൈറ്റ്, ബിഷപ്പ് വെച്ചെടുക്കുന്നു. ഇപ്പോഴും ഈ പോൺ വീക്കല്ല, ഈ ഒരു നൈറ്റ് ഉള്ളതുകൊണ്ട്. ക്യൂൺ ടേക്സ് H4, ആ പോണങ്ങ് പോയി. അപ്പോൾ ഈ പോണൊന്നും പോണത് ഒരു പ്രശ്നമല്ല പ്രജ്ഞാനന്ദയ്ക്ക്. കാര്യം ഇവിടെ ബിഷപ്പ് ടേക്സ് C4 പോലത്തെ ത്രെഡ്സ് ഇവിടെ ഉണ്ടെങ്കിലും ഈ ഒരു ചെക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് മാക്സിമം ഇവിടെ മുന്നോട്ട് കളിക്കുകയാണ് ഇവിടെ. അപ്പോൾ ക്യൂൻ E5, അപ്പോൾ പിരിമുറക്കുവാണ്. ക്യൂനും ഇവിടെ ബിഷപ്പും കൂടെയും ഒരു ബ്രില്യൻ്റ് അറ്റാക്ക് നടത്തുകയാണ്. റൂക്കും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ നൈറ്റിനെ ഓടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ചെക്ക് മേറ്റിംഗ് അറ്റാക്ക് കിടക്കും. ഇത് പേടിച്ചിട്ട് ബ്ലാക്ക് ക്യൂവിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പ്രജ്ഞാനന്ദ പതുക്കെ ബിൽഡപ്പ് ചെയ്യാണ്. റൂക്കിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് E1 കളിച്ച് ഈ ഒരു ഫയലിലേക്ക് കൂടുതൽ ഇവിടെ പ്രഷർ കൊടുക്കുകയാണ്. ക്യൂനിനെ ഇവിടെ D7 കളിക്കുന്നു. നൈറ്റ് D6, റൂക്കിലേക്കാണ് അറ്റാക്ക്. റൂക്ക് E7 കളിച്ചിട്ട് ഇപ്പോൾ കിങ് സൈഡ് നല്ലോണം ഗാഡിയാണ്. ഇപ്പം G7 ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ പ്രജ്ഞാനന്ദ കിടിലനായിട്ടൊരു മൂവ് കളിക്കുന്നു, സൂപ്പറായിട്ടുള്ളൊരു മൂവ്. ക്യൂൻ H2, ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് മൂവ് ആയിട്ട് തോന്നാം. ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇവിടുത്തെ ഐഡിയ. പ്രജ്ഞാനന്ദ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇവിടെ ബ്ലാക്കിന് പോകാനുള്ള ഐഡിയ, ഇവിടെ G6 പോയി കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. കാരണം എന്താണ്, റൂക്ക് വന്ന് വെറുതെ വെട്ടിയെടുക്കും, വലിയ കാര്യമൊന്നുമില്ല. നൈറ്റിന് പോകാൻ പറ്റിയ നല്ല സ്ക്വയർ ഒന്നുമില്ല, ഇവിടെ പോയി കഴിഞ്ഞാൽ വെട്ടിയെടുക്കും. ഇവിടെ നൈറ്റ് ഇവിടെ പോയി ഇരിക്കുക. ഇവിടെ പ്രജ്ഞാനന്ദയുടെ അടുത്ത മൂവ് എന്താണ്, ക്യൂൻ ടേക്സ് H6. ഓഫ് കോഴ്സ് ഇതിൽ ക്യൂൻ സാക്രിഫൈസ് ഒന്നുമല്ല, കാരണം വെട്ടാൻ പറ്റില്ല, കാരണം ഈ ഒരു പിന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇവിടുത്തെ നൈറ്റ് ഇവിടെ പോകുന്നു. പ്രജ്ഞാനന്ദ ഇതെല്ലാം വെൽ കാൽക്കുലേറ്റഡ് ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കാരണം ഈ നൈറ്റ് ഇവിടെ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം പ്രജ്ഞാനന്ദയ്ക്ക് ഒരു ബ്രില്യൻ കോമ്പിനേഷൻ ഉണ്ട്. ഒരു മൂവ് കളിക്കുന്നു, ഇവിടെ ബ്ലാക്ക് പ്ലെയർ ആയിട്ടുള്ള ജൂ എൻജിൻ റിസൈൻ ചെയ്യുന്നു. ഏതാണ് മൂവ്? വളരെ സിമ്പിളായിട്ടുള്ള പിൻ ടാക്ടിക്കാണിത്. ബിഷപ്പ് ടേക്സ് F6. കളി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എന്ത് ചെയ്താലും ഈ പോൺ വെച്ച് ഈ ബിഷപ്പിനെയോ ഈ ക്യൂവിനെയോ വെട്ടാൻ പറ്റില്ല, ഈ റൂക്കിൻ്റെ പിന്നുള്ളതുകൊണ്ട്. ഇനി റൂക്ക് വെച്ച് എടുത്തു കഴിഞ്ഞാലോ ഓക്കെ, കൊടുത്ത പീസിനെ തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ. പക്ഷേ വെറുതെ ഈ ക്യൂൻ വെച്ച് വെട്ടിയാൽ വീണ്ടും പറഞ്ഞ പോലെ വെട്ടാൻ പറ്റില്ല, റൂക്കിൻ്റെ ഫയല് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഈ പൊസിഷനിൽ ഇവിടെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ബിഷപ്പ് ടേക്സ് F6 ശേഷം ഇവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ജൂ എൻജിൻ റിസൈൻ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, വെട്ടി. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചെക്ക് വെക്കാൻ മാക്സിമം നോക്കാം. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെറുതെ കിങ് D1 കളിച്ചാൽ മതി. ഇത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൂവാണ്. ക്യൂവിന് ഇവിടെ ഒരു ചെക്ക് പോലും ഇല്ല, അത്രയും മനോഹരമായിട്ട് ഈ ക്യൂവിന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പരിതാപകരമായ പൊസിഷനാണ്. ഒന്ന്, ഇവിടെ പീസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല പോണുകളും ഇവിടെ വൈറ്റിനാണ് അനുകൂലം. അതുകൊണ്ടാണ് വുമൻസ് വേൾഡ് ചാമ്പ്യനായ ജൂ എൻജിൻ റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രജ്ഞാനന്ദ തകർപ്പൻ ഫോമിലാണ്. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ എങ്ങനെ പ്രജ്ഞാനന്ദ ഫിനിഷ് ചെയ്യുമെന്ന് നോക്കാം. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.